പപ്പ തിരിച്ചു കൊണ്ടിരിക്കണ്ട. പോവാനട്ടോ. ബൈ പറയും. ബൈ ബൈ മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ നോമ്പ് തുറക്കുന്ന പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്നും സിമ്പിളായിട്ടാണ് കേട്ടോ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് കണ്ട് മോണ്ടൊന്ന് ഹെയർ കട്ട് ചെയ്യണം. ഒരുപാടായി സ്കൂളിൽ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് മോണ്ടൊന്ന് ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പം എൻ്റെ അടുത്ത് ചിക്കൻ സ്ട്രിപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അവർക്ക് ഫേവറേറ്റ് ആയവരോ ഫുഡ് ഉണ്ടാക്കാമെന്ന്, അതായത് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇഷോ ഇതിട്, ഇതാ ഹെൽമെറ്റ്. അപ്പം നമുക്ക് പോവാം. ഇതാ അപ്പം എല്ലാവരും ടയർഡായിട്ടാണ്. അപ്പം അമ്മ ഇഷു വരാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകുന്നേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അടങ്ങിയിരിക്കുകയാണ്. ഹെയർ കട്ടിങ് പറഞ്ഞാൽ ഞാൻ വരാം എന്ന് ഫൈറ്റ് ആക്കുന്നല്ല. ആ റേഞ്ചിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ. ഷൂ ഷൂ എന്താ ഇടാത്തെ? ബാറ്ററി ശരിയുണ്ട് കേട്ടാ. അപ്പം അപ്പം തിരിച്ചു കൊണ്ടിരിക്കണ്ട. എന്തായി നീ ഷൂ ഇട്. ഷൂ സാറില്ല കേട്ടാ. കുറച്ച് ഇങ്ങനെ പോലീസ് എനക്ക് എന്താക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ശരി വേണമെന്ന് പറഞ്ഞ എന്താ ചെയ്യോ? ഇത് ചൂടെടുത്തിട്ട് വയ്യ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളിങ്ങനെ അയ്യോ പിന്നെ ടി വി നോക്കൂ. ഇതെല്ലാം ഇട്ടിട്ട് ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടില്ലേ പോകുന്ന പകര. ഇതാണ് കഷ്ടം. എനിക്ക് കുട്ടികളെ റെഡിയാക്കിയിട്ട് കൂട്ടി പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരുപാട് ലേറ്റ് എടുക്കും. കുറച്ച് സാധനം ചീസ് ചേട്ടത് ഇതൊക്കെ വാങ്ങണം. നോക്കാം നമ്മളെ. टेंथ में ಇಲ್ಲ ಇಶೋ ഒരാൾ പറഞ്ഞിരുന്നു ഹെയർ കട്ടിൻ്റെ ലോഗ് ഇടുമെന്ന് പറഞ്ഞിട്ട് അപ്പച്ച് കട്ട. അപ്പോൾ ഞാൻ അതവരെ ഹെയർ ഗ്രോത്ത് ആവുമ്പോഴാണ് അപ്പച്ച് കട്ടാവുള്ളൂ. ാണ് എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാനിവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കാണ്.
ബാർബർ ഷോപ്പ് ടൗൺ. ഞാനിവിടെ തന്നെ ചെയ്യുന്നത്. ഇവിടെ അഫോർഡബിൾ പ്രൈസിലാണ് അവർ ചെയ്ത് തരുന്നത്. ഒരുപാട് മുടക്കണ്ട. ചെറിയ മോൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവന് വിടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ രണ്ടാൾ കൂട്ടി വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇവനെ കൊണ്ടുവരാൻ നെക്സ്റ്റ് ടൈം അവനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഒരുപാടായി പറയാൻ തുടങ്ങിയിട്ട് ഹെയർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവനക്ക് ഒരു ഗ്രീൻ ട്രെൻഡ്സിലൊരു കൊലാബ് ഉണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്നും നമ്മൾ വരുന്ന ഷോപ്പാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഇന്ന് ടീച്ചർ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ട് മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഇവരെ കുട്ടികളുടെ ഹെയറിൻ്റെ വ്ളോഗ് ഒന്ന് ഇട്ടിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെത് ഹെയർ വെച്ചിട്ട്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു ഹെയർ ബാൻഡ് വയ്ക്ക്, ഹെയറൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ട്. ഇവൻ പറഞ്ഞു അത് പെൺകുട്ടികൾ വയ്ക്കുന്നതാണ് ഹെയർ ബാൻഡ്, ആൺകുട്ടികൾ ആരും വയ്ക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഫൈറ്റാണ്. അപ്പോൾ ആ ചെക്കന് ഇന്ന് ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്. एक लाइन इनफ है. वही पैसे देख के थोड़ा पुश करते बस. जब भी सर्च कर दे तो अपना ही दुकान करना चाहिए बैंगलोर में. अगर नहीं चाहिए तो फ्री हो सकता है. इसको ₹1 भी पैसा नहीं. വർക്ക് വരുന്നുണ്ട് ഇഷുക. ഇഷു കാണിക്ക് ജസ്റ്റ് കാണിക്ക്, ബുദ്ധിമുട്ടിക്കണ്ടേ. ഒരു ലൈൻ ഇടാൻ പറഞ്ഞിട്ടാ. എൻ്റെ ഫേവറേറ്റ് ആണ് ലൈൻസ്. അല്ല ഇഷോ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാം എൻ്റെ ലൈൻസ് ഇടിപ്പിക്കുന്നത്. അയ്യോ നോക്കട്ടെ. സൂപ്പർ. കേട്ടോ ഇവൻ വന്ന ഉടനെ ചോദിച്ചെന്താ അറിയോ, എവിടെയുണ്ട് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളോടെ ഉണ്ടോന്ന്. ഞാൻ ഓൾറെഡി ഇത്ര വാങ്ങിയല്ലോ, നമുക്ക് ഫ്രോസൺ വാങ്ങിയിട്ടുണ്ടല്ലോ ഓൾറെഡി. സോ അതിലേക്ക് കുറച്ച് നമ്മൾ സോസ് ഉണ്ടാക്കിയാൽ മതി. ഈ പൊട്ടൻ കറിയില്ലല്ലോ. അപ്പം നമ്മൾ നേരെ പോകുന്നു. ഇഷുവിൻ്റെ ഹെയർ കട്ടെല്ലാക്കി. ഇഷു ഹാപ്പിയാണോ ഇഷു? ഹെയർ കട്ട് ചെയ്ത് ഹാപ്പിയാണോ? ഓക്കെ. അപ്പോൾ ഞമ്മളുടെ നാടാണ് ബ്യൂട്ടിഫുൾ അല്ലേ ഞമ്മളുടെ നാട്? ഞങ്ങളുടെ നാട്, ഞാൻ താമസിക്കുന്ന നാട്, സിറ്റിയാണ്. വെറുതെ പറഞ്ഞിട്ടാ യാറബ്ബേ സിറ്റോറിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇന്ന് വീട്ടിൽ വെച്ച് കാണാം. നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ക്യാഷ് എവിടുന്ന് വന്നു? ഇതിൽ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. ക്യാഷ് എവിടുന്ന് വന്നു? അപ്പോൾ പോട്ടെ. അസ്സലാമലൈക്കും. തലക്കിട്. എന്തായി മാലും ക്യാ പോലെ അവരെന്ത് പറഞ്ഞ് എനിക്കറിയില്ല. എനിക്ക് ഹിന്ദി തീരെ അറിയില്ല, കുന്തം അറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം ഓടി വന്നു. എൻ്റെ മര്യാദ ഞാൻ വിളിച്ചു ഇവിടെ ഓടി വന്നിട്ട്. അപ്പോൾ ബൈ ഇഷു, ടേക്ക് കെയർ. ഇങ്ങോട്ട് വാ. നീ നിക്ക് ഞാൻ പറയട്ടെ. നിക്ക് സബറാക്ക്. അപ്പോൾ ഞാൻ വണ്ടി തിരിക്കാണ്. എൻ്റെ ഇഷു ബൈ ഇഷു ബൈ.
ബൈ ബൈ. പേടിച്ചിട്ടുണ്ടല്ലേ, പേടിച്ച് ദുനിയാവില്ല മൊയ്തൻ ഈശ്വരൻ. ബാ ഇരിക്കട്ടെ, എന്നെ ഹഗ് ചെയ് ആയിക്കോട്ടെ പോവാൻ കേട്ടോ. ബൈ പറയും, ബൈ ബൈ പറയും. അപ്പോൾ ഈശ്വരനെ ഇവിടെ ഇരിപ്പിക്കട്ടെ. കട്ട് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് വേണ്ടി. ഇവിടെ ചീസ് വെച്ചിട്ടുണ്ട്. എന്നെ ചൂടാണ്. ഇവിടെ മൊയ്സ് ഇഷ്യൂ വന്ന് കാത്തിരിക്കണം. ഇതിവിടെ ഞാൻ സോസാണ് കേട്ടോ, ഇതിൻ്റെ സോസാണ് ഉണ്ടാക്കിയത്. ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ട് ചിക്കനല്ലേ കട്ട് ചെയ്തിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഇത് സത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴേക്കും വന്ന കാര്യമല്ല. അപ്പം ഞാൻ ചിക്കനിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നമ്മളെ പൊട്ടാറ്റോ വെച്ച് കൊടുത്തു സൈഡ് ഡിഷായിട്ട്. ഓക്കെ, പൊട്ടാറ്റോ ഇട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവർ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചീസ്. കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. ഹെൽത്തിയാണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ മൈദൻ്റെ പകരം കോൺഫ്ലോറാണ് ചേർത്തിയത്. ഇത് ക്രീമി ചോക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോമ്പ് തുറക്കുന്ന ഫുഡല്ല. ഇവിടെ കുട്ടികൾക്ക് നോമ്പില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഫ്രഷ് ചിക്കൻ സോസ് റെഡിയായി. ഇനി തുക്കുംപാലാണ് കേട്ടോ നോമ്പ് തുറക്കണം. തുക്കുംപാലൊന്ന് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ റെസിപ്സ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു ദിവസം ഞാൻ ലൈവായിട്ട് ഉണ്ടാക്കും കേട്ടോ. അതായത് ഇത് ഞാനിപ്പോൾ റെഡിമെയ്ഡാണല്ലോ, സോസ് മാത്രമാണ് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ തുക്കുംപാലും റെഡിയാണ്. നല്ല എടുക്കും. അപ്പോൾ നമ്മൾ അകത്തിട്ട് നാഷ്ട ഐറ്റം പത്തിരാണ്ട് വേടിക്ക, മൈ ഫേവറേറ്റ്.